ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്ക് സുഖമാണ്. മെയ് മാസം ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ് എനിക്ക്. എന്താണെന്നറിയാമോ? ഒന്നാമത്, മെയ് മാസമാണ് എൻ്റെ ജന്മമാസം. മെയ് മാസമാണ് എനിക്കെൻ്റെ അച്ഛനെ നഷ്ടമായ മാസവും. അപ്പോൾ മെയ് മാസത്തിൽ എനിക്ക് നന്മയും എനിക്ക് നല്ലതും എനിക്ക് ദോഷവും ഉണ്ടായിട്ടുണ്ട്. ആ മെയ് മാസത്തിൽ ഞങ്ങളൊരു യാത്ര നടത്തി. രാത്രിയായിരുന്നു കേട്ടോ. ഒരു യാത്ര, വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നിങ്ങൾ കണ്ടത്. രാത്രി 1 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ആരോടും പറയാതെ, ആരോടും ഞാൻ ഇങ്ങനെ പോകുന്നുവെന്നോ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പോകുമെന്നോ പറയാതെ ഒരു യാത്ര. എന്ന് വെച്ചാൽ അപ്പോഴ് തോന്നി അപ്പോഴ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ കാര്യത്തിൽ ഒരു കാര്യവും നാളത്തേക്ക് മാറ്റി വെച്ചാൽ നടക്കത്തില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ഒരു മനുഷ്യന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചെയ്യണം, ഇതാണ് ജീവിതം എന്നും കൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എനിക്കൊരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആൾ വേണം, നമുക്ക് പോകാൻ പറ്റണം, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളത് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹായ്, എവിടെയാണ്? രാത്രി ഒരു ട്രിപ്പ്, വളരെ ആഗ്രഹിച്ച ഒരു ട്രിപ്പ്, കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു ട്രിപ്പ്, ഒരു ബർത്ത്ഡേ ട്രിപ്പ് എന്നൊക്കെ പറയാം. സമയം 1:45 നമ്മൾ എവിടെ പോകുന്നു? മിഡ് നൈറ്റ് ജേണി. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തിൻ്റെ നഗര മധ്യത്തിലൂടെ പൂത്തിക്കൊണ്ടിരിക്കുന്നതിന് മധ്യം കാണാമെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ടെക്നോ പാർക്കൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ കൂടെ പോവുകയാണ്. പോകുന്ന സ്ഥലമൊക്കെ കാണിക്കാം. പോയിട്ട് വേറെ വീഡിയോ ഇടാം, പോകുന്ന സ്ഥലം വേറെ വീഡിയോ ഇടാം. ഇത് നമ്മുടെ നൈറ്റ് ഒരു ചെറിയൊരു സഞ്ചാരം. ഓക്കെ, അപ്പോൾ നമ്മൾ പോയ വഴിയില്ല ഉത്സവത്തിൻ്റെ ചില കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. ഇതെല്ലാത്തിലും ഒരു അത്ഭുതം എന്ന് പറയാം. നമ്മൾ ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് അറിയില്ലല്ലോ. പോണ വഴിയിലെല്ലാം ഒരുപാട് മനുഷ്യരിങ്ങനെ ആക്റ്റീവാണ് കേട്ടോ. ഞാൻ കരുതിയിരിക്കുന്നത്, എൻ്റെ പൊട്ട മനസ്സിൽ കരുതിയിരിക്കുന്നത് എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു എന്നാണ്. എൻ്റെ അമ്മയൊക്കെ 6:30 മണി കഴിഞ്ഞാൽ, എൻ്റെ ചേച്ചിയൊക്കെ ജോലി കഴിഞ്ഞിട്ട് 6:30 മണി കഴിഞ്ഞ് പോയാൽ അയ്യോ ഇനിയിപ്പോൾ നാട്ടുകാരെന്ത് പറയും, അയ്യോ അവർ പറയും ഇവർ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്ന എൻ്റെ അമ്മയൊക്കെ അന്തം വിട്ടു കേട്ടോ. 2 മണിക്കും ഒക്കെ ആൾക്കാർ ഇങ്ങനെ രാത്രി തട്ടുകടകളിൽ ഇരുന്ന് കഴിക്കുകയാണ്. അത് പെൺകുട്ടികളും എല്ലാവരും, പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം കേട്ടോ. ഓരോ യാത്രയ്ക്ക് പോണവരാണ്, എയർപോർട്ടിൽ പോണവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോണവരാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുന്ന ദിവസം വിഴിഞ്ഞം പോർട്ട് സമർപ്പിക്കുന്നതിൻ്റെ ആ ഒരു ദിവസത്തിൻ്റെ തലേ ദിവസമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജന്മമാസമായിട്ട് എനിക്കൊരു സർപ്രൈസ് കാക്കച്ചി തന്നതാണ് കേട്ടോ. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് ചെയ്യാൻ പറ്റി എന്നോടൊപ്പം നിൽക്കുന്ന മനുഷ്യർക്ക്. അപ്പോൾ കോഫി കുടിക്കാൻ ഇറങ്ങിയാണ് കേട്ടോ. നമ്മൾ കോഫിയൊക്കെ കുടിച്ച് നമ്മളവിടെ നിന്നിട്ട് പോകാനായിട്ടിരിക്കാൻ കേട്ടോ. ഒരു കോഫി കുടിക്കാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാനും ടോയ്ലറ്റിൽ പോകാനും ടോയ്ലറ്റ് സൗകര്യം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വിചാരിക്കും ഇതിലേക്ക് ചെറിയ സ്ഥലത്തൊക്കെ പോകാൻ വലിയ മടിയാണ്, ഇങ്ങനെയൊക്കെ ദൂരയാത്രയ്ക്കൊക്കെ പറ്റുമെന്ന് ചിലരെങ്കിലുമൊക്കെ കരുതും. പക്ഷേ ഇതെൻ്റെ സ്വപ്നയാത്രകളിൽ പെടുന്ന ഒരെണ്ണമാണ് കേട്ടോ. അത് രാത്രി യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. പറ്റത്തുമില്ല, നമ്മളെപ്പോലുള്ളവർക്ക് അതൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു ഇത് കേട്ടോ. ഞങ്ങൾ എവിടെയാണ് പോയതെന്നും
ഞങ്ങൾ എന്തൊക്കെ കണ്ടു എന്നുമൊക്കെ നിങ്ങൾക്ക് വരും വീഡിയോകളിൽ പറയുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ വരാം. എല്ലാവരും എൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും എനിക്ക് ആശംസകൾ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ പോവേണേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുകയും അടുത്ത വീഡിയോ ഒക്കെ കാണുകയും ഒക്കെ ചെയ്യണം. മെയ് മാസം ജനിച്ച എല്ലാവർക്കും ആശംസകൾ. എൻ്റെ ബർത്ത്ഡേ മെയ് 6-ാം തീയതിയാണ്. അപ്പോൾ ഞങ്ങൾ മെയ് 6-ാം തീയതി ഈ സർപ്രൈസൊക്കെ ചെറിയ കുഞ്ഞു സർപ്രൈസൊക്കെ ഉണ്ട്, അതൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നു. അതെനിക്ക് എൻ്റെ ഒപ്പം നിൽക്കുന്ന മനുഷ്യൻ തരുന്ന സ്നേഹമാണ്. ബർത്ത്ഡേ സർപ്രൈസായിട്ട് എനിക്ക് ഒരു ടോപ്പ്, ഒരു ചുരിദാർ ചേച്ചി വാങ്ങി തന്നു. അതൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണ്. എല്ലാവരും കൂടെ വരണം. നമ്മളെവിടെയാണ് പോയതെന്നും എന്തൊക്കെയാണ് എന്നൊക്കെ കാണിക്കാം. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് ലോകം ഉണർന്നിരിക്കുകയാണ്. എല്ലാവരും കിടന്നങ്ങ് ഉറങ്ങുകയല്ല. അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാർ, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ആൾക്കാർ ഒക്കെ എല്ലാവരും ഉറങ്ങുകയല്ല എന്നൊക്കെ പറയാനും കൂടെ ഞാനൊരു ചെറിയ മനുഷ്യനാണല്ലോ, അതിനും കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ബൈ.